ചുട്ടുപൊള്ളുന്ന തീക്കനലുകൾക്കിടയിൽ ഒരു ചിത്ര പ്രദർശനം. കേൾക്കുമ്പോൾ കൗതുകം തോന്നും, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. വാ ഒന്ന് കണ്ടിട്ട് വരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതാണ് കണ്ണൂർ ചപ്പാരപ്പടവിലെ രവിയേട്ടന്റെ ആല. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിനും ശബ്ദങ്ങൾക്കുമൊക്കെ ഇടയിൽ ഈ ചുമരിൽ തൂക്കിയിട്ട ചിത്രങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. രവിയേട്ടന്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അത് ചിത്രം വരക്കാനുള്ള ആയുധമാക്കി മാറ്റും. ഒരു ഐബ്രോ പെൻസിൽ ആയിക്കോട്ടെ, ഒരു കൺമഷി ആയിക്കോട്ടെ, അതൊക്കെ ഉപയോഗിച്ച് ക്യാൻവാസിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി മാറ്റപ്പെടും. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ രവിയേട്ടനോട് ചോദിക്കാം. നമുക്ക് എന്ത് കിട്ടിയാലും ചിലപ്പോൾ ഞാൻ കരിയോല ഉപയോഗിക്കും. അതായത് കരിയോല ഉപയോഗിച്ചാൽ അത് ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് പേപ്പർ വരയ്ക്കുമ്പോൾ എടുക്ക് കിട്ടും. അതുപോലെ കൺമഷി, ഇനാമൽ പെയിൻറ്റ്, വാട്ടർ കളറ്, ഷൈനർ. ഈ ഷൈനറൊക്കെ എനിക്ക് തരുന്നത് ഈ ചപ്പാരപ്പുറം റിയാസ് എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റോടെ നിൽക്കുന്ന യൂണിറ്റി പെയിൻറ്റുകളാണ്. അവിടുത്തെ ഒരു സുഹൃത്തുണ്ട് റിയാസ്, അദ്ദേഹം എനിക്ക് തരുന്നു. അപ്പോൾ അത് പെയിൻറ്റൊക്കെ ഈ ഇവിടെ കാണുന്ന പടങ്ങളൊക്കെ അതൊക്കെ ഈ ഇതുകൊണ്ട് പോയി വരച്ചാണ്. എന്ത് ഷൈനർ, ഈ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ കളർ മാറ്റാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ എന്ത് കിട്ടിയാലും ആകുമെന്ന് പറഞ്ഞാൽ, അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ആ സീനറി. അത് നമ്മുടെ കറണ്ട് അടുപ്പിൻ്റെ കേസ് വരച്ചതായിരിക്കുന്നതാണ്. ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് രവിയേട്ടൻ ഈ കൊല്ലപ്പണി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകും. രാത്രിയിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഈ ചിത്രങ്ങളൊക്കെ വരക്കുന്നത്. ഞാൻ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒരു 7 മണി മുതൽ ഇരിക്കും. പിന്നെ ഒരു ചിത്രം തുടങ്ങിയിട്ടുള്ള തീർക്കണം തോന്നി കഴിഞ്ഞാൽ അത് രാത്രി 12 ശരി 1 മണിയെല്ലാം തീർത്ത് കിടക്കുള്ളൂ. അതങ്ങനെ മനസ്സിൽ തോന്നും, മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺസെൻട്രേഷൻ പോയെന്ന് പറഞ്ഞാൽ സംഗതി പാട് നിർത്തി. പിന്നെ ഈ ചിത്രം വര എന്നാൽ എൻ്റെ അച്ഛൻ ഇവിടെ ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു ചേട്ടനൊരു പൈസ തന്നു, അച്ഛനെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പൈസ ഞാൻ അച്ഛന് തരികയല്ല, ഇതെനിക്ക് ഡ്രോയിങ് പഠിക്കാൻ പോകാൻ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ഈ പൈസ വേണമെന്ന് പറഞ്ഞു. ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോയത്. രവിയേട്ടൻ വെറുമൊരു ചിത്രകാരൻ മാത്രമല്ല, അസാധ്യമായ പാട്ടുകാരനും കൂടിയാണ്. നിരവധി കഴിവുകളാൽ സമ്പന്നനായ രവിയേട്ടനെയും രവിയേട്ടന്റെ ആലയെയും ആരും കാണാതെ പോകരുത്. ഇതുപോലുള്ളവരെയല്ലേ ഇനിയും ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.